അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരാളുടെ ഒരു ആഗ്രഹം സാധിപ്പിച്ച വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറെ ആരുടെയല്ല, എൻ്റെ ഉമ്മക്കില്ലേ ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചോറ് കേട്ടോ. ഉമ്മന്നെ ഉണ്ടാക്കി ഉമ്മന്നെ കഴിക്കുമ്പോൾ ഉമ്മ പറയാം അതൊരു ശരിയില്ല. ഒന്നാമതെന്ന് വെച്ചാൽ ഉമ്മ ഒരാൾക്ക് ഉണ്ടാക്കിയിട്ട് ഉമ്മന്നെ തനിച്ച് കഴിക്കണ്ടേ. ഞാൻ സാധാ ചോറ് കഴിക്കില്ല എന്ന് ഞാനൊരുവിധ ആൾക്കൊക്കെ അറിയാം, എന്നാലും അറിയാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ സാധാ ചോറ് കഴിക്കില്ല, ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഉമ്മ വെറുതെ ഒന്ന് അപ്പം ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞ് എനിക്ക് പൊതിച്ചോറ് കഴിക്കാനൊരു ആഗ്രഹം. അപ്പം ഞാനത് അപ്പിനോട് പറഞ്ഞു. ഉമ്മ പറഞ്ഞ ഈ കേട്ടില്ലേ ചോദിച്ചു. അല്ല പഠിച്ചോനെ, കേട്ടത് പതി കേൾക്കാത്തത് പതി. ഇവളെന്ത് ചെയ്തു? എന്നാൽ പിന്നെ അതുമല്ല, അളിയന് ഇന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട്, ടൗണിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അളിയൻ എന്തായാലും വരില്ലേ. അപ്പോൾ അവൾ പറഞ്ഞ് എന്നാൽ ഞാൻ കൊടുത്തയക്കാന്ന്. പക്ഷേ അപ്പിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ. എൻ്റെ ഉപ്പാൻ്റെ അമ്മേൻ്റെ അതേ ക്യാരക്ടർ അവൾ. വേറെ ഒന്നല്ല, ഒരല്പം മതി അഫി എന്ന് പറഞ്ഞാലും അഫി അത് അല്പം അവൾക്കറിയില്ല, കൂടുതലേ കൊടുക്കുകയുള്ളൂ. എന്ത് കാര്യം അങ്ങനെ തന്നെ. അതവളെ വീട്ടിൽ അമ്മതാ പറഞ്ഞത് ചാക്ക് നിറച്ച് കൊടുക്കുമെന്ന്. സത്യ ആളെടുത്തേക്ക് അങ്ങോട്ട് വന്ന് മിങ്കിളാവില്ല കേട്ടോ പുള്ളിക്കാരി. പക്ഷേ പാരിക്കോരി മനുഷ്യന്മാർക്ക് ഫുഡ് കൊടുത്തിട്ട് ഓരോ വയറ് നിറയ്ക്കും. അതാണ് അഫി. എൻ്റെ ഉപ്പാൻ്റെ അമ്മ അതേ ക്യാരക്ടറായിരുന്നു കേട്ടോ. ഒരല്പം അവർക്ക് അറിയില്ല. വലിയമ്മക്കൊക്കെ ധാരാളം വേണം. അതെന്നെ കിട്ടിയിട്ടുണ്ട് അഫിക്ക്. അഫി ചിലർക്ക് പേടിയാണ് അഫീൻ്റെ അടുത്ത് പോകാൻ, കാരണം വെറുതെ വിടൂല. അങ്ങനെ ഫുഡ് കൊടുത്തോണ്ടിട്ട് ഓൾക്ക് അതാ സന്തോഷം. പിന്നെയെന്ന് വെച്ചാൽ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതോടല്ല താല്പര്യം. ഓൾ തന്നെ ഉണ്ടാക്കി അത് ഓൾക്ക് എല്ലാവർക്കും സെർവ് ചെയ്ത് അത് കൊടുക്കുന്ന ഭയങ്കര തൃപ്തിയുള്ള ഒരു കാര്യമാട്ടോ. ഓൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോ ആളുകൾ ഓരോ രീതിയാണല്ലോ. അപ്പം ഉമ്മ പറഞ്ഞു, ഉമ്മ അപ്പോഴേ പറയുന്നുണ്ട് ഇന്നലെ ഇനിയിപ്പോൾ നാളെ കുട്ടീനെയും വെച്ചിട്ട് ഓളിപ്പോൾ എന്താ കാട്ടിക്കൂട്ടുകയെന്ന്. അപ്പോൾ ചോദിച്ചിട്ടോ, എന്നോട് ചോദിച്ച് ഉമ്മ ഇപ്പം ഏതുപ്പരിയാണ് നിങ്ങൾക്ക് വേണ്ടിയത് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഈ പറയരുത്, ഞാൻ 2 പൊതി വെക്കൂ, എന്തായാലും ഇവരല്പമെങ്കിലും കഴിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പാവമല്ലേ, ചെറിയ മോനൊക്കെ വെച്ചിട്ടുള്ളൂ ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഉമ്മയും പറഞ്ഞു പാവാണ്, അങ്ങനെ കഴിക്കാൻ എനിക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരല്പമെങ്കിലും ഈ ഓള് തന്ന സ്ഥിതിക്ക് കഴിക്കണം, ഓൾ ഉണ്ടാക്കി എന്താ ഒരു പൊതി ചോറ് തരാനൊക്കെ ഒരു മടി. അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഈ മറ്റേ എന്താ പറയുക, നമ്മളെല്ലാവരും വീട്ടിൽ വെക്കുന്നത് സ്റ്റോറിലരിയല്ല. അപ്പോൾ ഓള് അധികം പെട്ടെന്ന് മക്കൾക്ക്, അതായത് ഇതിലും ജാസ്തി ഒന്നും കൊണ്ടുപോകില്ല, എന്നാലും ഓള് പറയാ മറ്റേ അരി തന്നെ വെക്കട്ടോ. അപ്പോൾ ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എനിക്ക് സാധാ നമ്മളെ വീട്ടിൽ വെക്കുന്ന അരി വേണ്ട, ഈ സ്റ്റോറിലെ അരി ഇട്ട് തന്നെ വെക്കണം കേട്ടോ ഫീന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ അതിട്ടിട്ട് തന്നെ വെച്ചരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാടൊന്നും പറയുന്നില്ല. പുള്ളിക്കാരി എന്താ പറയുക, പൊതിച്ചോറൊക്കെ ആക്കി. അളിയന് 12:30 1 മണി 1:30 ആയിട്ടുണ്ട് അളിയൻ മതി വരുമ്പോൾ. എന്തായാലും ഫുഡ് കഴിക്കുന്ന നേരം തന്നെയാണല്ലോ. പിന്നെ ഉമ്മക്കാണെങ്കിൽ ഡോക്ടർ കാണിച്ചിട്ട് ഡോക്ടർ ഷുഗറൊക്കെ അൽഹംദുലില്ലാ കുറവുണ്ട്. പിന്നെന്താ നമുക്ക് നല്ല പനിയും കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്. അപ്പോൾ 1:30 കഴിക്കാണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഏതായാലും അവളെ ചോറ് നമ്മൾ ചായ കുടിക്കുന്നത് തന്നെ 12:30 ആവും. അതായത് എൻ്റെ കൂടാണ് ഉമ്മയും കുടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഉമ്മയും ചായയൊക്കെ കുടിച്ച്. അപ്പം ഉമ്മ പറഞ്ഞു എന്തായാലും ആ ചോറ് കഴിച്ചിട്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കാമെന്ന്. അങ്ങനെ അളിയൻ പോയി. അപ്പം ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. അവിടെ നിന്ന് ഓള് പൊരിച്ചോറ് എന്തെല്ലാം ആക്കി, എന്തെല്ലാം ഐറ്റംസ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അതുപോലെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അളിയനെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ എത്തിയതിൻ്റെ ശേഷം ഉമ്മയാണ് ഫസ്റ്റ് കഴിച്ചത്, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ കഴിക്കാമല്ലോ. ഇപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ട് വയറ് ഫുള്ളാണ്, അപ്പോൾ എനിക്ക് ഫുള്ളായിട്ടൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ ഇൻഷാല്ലാ അത് ഉമ്മയും കൂടി ഷെയർ ചെയ്യട്ടെ. എന്താ പറയുക, ഏതായാലും അവൾ കഷ്ടപ്പെട്ട് തന്നതല്ല, അപ്പം വേസ്റ്റ് ആക്കാൻ നമ്മൾ പാടില്ലല്ലോ. അപ്പോൾ ഫുള്ളൊന്നും കഴിച്ചില്ലെങ്കിൽ ഇൻഷാല്ലാ ഞാൻ കഴിക്കും. ഉമ്മ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ്. അപ്പോൾ അതിൽ എന്തെല്ലാം ഉള്ളതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ
ഇവൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇതും എനിക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചോറ് തിന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നല്ല, നല്ല അടിപൊളി ദോശ ഉണ്ട്, പിന്നെ 2 തരം ചമ്മന്തി ഉണ്ട്. ഒന്ന് തക്കാളി ചട്നിയാണ്, ഒന്ന് സാദാ ചട്നിയാണ്. പിന്നെ ഓള് ദോശ ഉണ്ടാക്കിയപ്പോൾ എനിക്കിഷ്ടമാണെന്ന് ഓൾക്കറിയാം, അതും കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റംസൊക്കെ കാണുന്നത് ഇന്ന് ഓള് അത്രയും ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. ശരിക്കും ഓള് എല്ലാത്ത സമയത്തും ഓൾ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാഴയിലാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ വാഴയിലൊക്കെ പറിച്ച് ഓള് അത് കഴുകി, അത് എന്താ പറയുക, ചൂടാക്കിയിട്ട് എന്തോ ഓയിൽ തടവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഇതൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അവളോട് പ്രത്യേകം എനിക്ക് ഒരു കോരി മതിയെന്ന്. അവൾ കണ്ടില്ല, എപ്പോഴല്ല വീഡിയോ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത്രയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്കുള്ളതാട്ടോ ഞാൻ അടുത്തത് വയ്ക്കുന്നത്. അപ്പോൾ ഓൾ പറയുന്നുണ്ട് വീഡിയോയിൽ, ഒന്നാണ് ഓൾ പറഞ്ഞത്. എന്നിട്ടും അളിയനതൊന്നും കേൾക്കാണ്ട് ഇത്രയൊക്കെ വെക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞ പോലെ ഞാനൊരു മാസം കഴിക്കേണ്ടി വരും കേട്ടോ ഇത്രയൊക്കെ ഫുഡ്. എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല. ബിരിയാണി ആയപ്പോലും ഞാൻ കഴിക്കില്ല. എനിക്ക് ഒരൊറ്റ ഞങ്ങളങ്ങോട്ട് കോരി എന്നാട്ടോ പറയുക, അല്ലെങ്കിൽ സ്പൂണെന്ന്. പിന്നെ ഈ കാണുന്ന എന്താണെന്നറിയോ ഓൾ വെച്ചത്, നല്ല ചെമ്മീൻ ഫ്രൈ ആട്ടോ. നല്ല ചെമ്മീൻ ഫ്രൈ ആയിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ആണ് ഓൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു തീരം വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഓൾ വയ്ക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, ഈ ചെമ്മീൻ ഫ്രൈൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് വെക്കാൻ പോകുന്നത് ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സാധാ ചമ്മന്തി വേണ്ട, തേങ്ങാ ചമ്മന്തി വേണ്ടാന്ന്. നല്ല എന്താ പറയുക, നമ്മുടെ ഈ വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് പുളി അങ്ങനെ എന്തെല്ലാം കൂട്ടിയിട്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ആ വറ്റൽമുളക് ചുട്ടെടുത്തിട്ടോ അങ്ങനെ എന്തോ പറയും, എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മക്ക് ഇഷ്ടപ്പെട്ട ആ ചമ്മന്തി തന്നെയാണ് ആക്കിയത്. എനിക്കതല്ല, എനിക്ക് തേങ്ങാ ചമ്മന്തി ആട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ ഉപ്പേരി വെക്കുന്നത് ചിലർ തോരൻ എന്ന് പറയും, ഞങ്ങൾ ഉപ്പേരി പറയും. പയറും ക്യാരറ്റും മിക്സ് ചെയ്തിട്ടാണ്, ഇവളധികം മിക്സ് ചെയ്തിട്ട് തന്നെ ആക്കൽ കേട്ടോ. അപ്പോൾ പയറും ക്യാരറ്റും ഉപ്പേരി അത് മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊതിച്ചോറിൽ ഹൈലൈറ്റ് ആണല്ലോ ചമ്മന്തി. അപ്പോൾ അങ്ങനെ ചെയ്തത് ഉമ്മക്ക് ഇഷ്ടപ്പെട്ടത്. ഈ കാണുന്നത് എന്താ അറിയോ, അവിയലാട്ടോ. അത് ഓൾക്കറിയാം എനിക്കും ഇഷ്ടമാണെന്ന്. അതെന്താ അറിയില്ല, എനിക്ക് സദ്യയിൽ ഭയങ്കര ഇഷ്ടമാണ്, അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിയലും ഉണ്ടാക്കിയിട്ടുണ്ട്. സദ്യയുടെ ആളാട്ടോ ഓള്. അപ്പോൾ ഓള് അവിയലും ആക്കി. ഇതൊക്കെ അമ്മ പറഞ്ഞ പോലെ ഓൾ എങ്ങനെ മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെ അതും ആക്കി. പിന്നെ അച്ചാർ ഓളെ ഹസ്ബൻഡിനോട് പറയുന്നത് ഞാൻ ഇതിൽ കേട്ട്, അച്ചാർ വേണ്ട, കാരണം ഞങ്ങളെ വീട്ടിൽ ഓൾറെഡി ഉണ്ട്, ഓൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓൾ തന്നിട്ടുള്ള അച്ചാർ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം, ഇതൊക്കെ വെച്ചതിന് ശേഷം ഓൾ വയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, കിളിമീൻ എന്നാണ് ഞാനിതിനെ പറയുക. പുതിയാപ്പിളക്കോര അങ്ങനെയും പറയും, പക്ഷേ ഞാൻ കിളിമീൻ എന്നാണ് പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാട്ടത്. ഇത് പൊരിച്ചത് നല്ല ടേസ്റ്റാട്ടോ, പത്തിരിക്കൊക്കെ കഴിക്കാൻ. അപ്പോൾ അത് ഓള് വെച്ചിട്ടുണ്ട്. ഓള് പറഞ്ഞ പോലെ ചിക്കന് ബീഫ് അതൊക്കെയാണ് വെക്കുക, പക്ഷെ ഉമ്മക്ക് മീനിനോടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഓള് ബീഫും ചിക്കനും ഒഴിവാക്കിയത്. അപ്പോൾ ഉമ്മ ഒരാഗ്രഹം പറഞ്ഞിട്ടാക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മളെ ഓംലെറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കിളിമീൻ കറി വെച്ചത് ഓൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓൾ പറയും ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ അളിയനാട്ടോ ഇത് മടക്കുന്നത്, പൊതിച്ചോറാക്കിയത് ആഫി. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ പേപ്പർ മടക്കാൻ ആഫിക്ക് അത്ര വശമില്ല. അപ്പോൾ അത് അളിയനാണ് അറിയുക. അങ്ങനെ എല്ലാം കൂടി എന്താ പറയുക മടക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേണമല്ലോ, ചമ്മന്തിയും എന്താ പറയുക ഓംലെറ്റും എന്തായാലും വേണമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് പാളിയനി എന്താ പറയുക 2 പൊതിച്ചോറാക്കി അതും സെറ്റ് ചെയ്തിട്ട് എന്താ പറയുക അൽഹംദുലില്ലാ ഞങ്ങളെ വീട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉമ്മ കഴിച്ചു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഓൾ പാവ അലിമോനെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. ഏതായാലും ഓൾ ഉമ്മൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു, അൽഹംദുലില്ലാ. അപ്പം ഞാൻ ഒന്നുകൂടി പറയാണ് ഇതിലെന്തെല്ലാം ഉള്ളതെന്ന്. ചോറുണ്ട്, ഓംലെറ്റ് ഉണ്ട്, പയറും ക്യാരറ്റും ഉപ്പേരി ഉണ്ട്, കിളിമീൻ പൊരിച്ചതുണ്ട്, നല്ല വറ്റൽമുളക് ഇട്ടുള്ള ചമ്മന്തി ഉണ്ട്, പിന്നെന്താ അവിയലുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളത്. പിന്നെ സെപ്പറേറ്റ് ഓള് കറി വെച്ചത് ഓള് സെപ്പറേറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
അളിയൻ ഇവിടെ തന്ന് വിട്ടതിൻ്റെ ശേഷം ഞാൻ ഉമ്മ കഴിക്കുമ്പോൾ ഉമ്മാൻ്റെ പൊതിച്ചോറ് ഉമ്മ ഓപ്പൺ ആക്കിയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താട്ടോ. എന്താ പറയുക, നല്ല അടിപൊളി, നല്ല ആ ഒരു ഇതുണ്ടല്ലോ വാഴയിലേൻ്റെ ആ ഒരു ഇത്, നല്ല സ്മെല്ല് മാഷാ അല്ലാ. അപ്പോൾ ഉമ്മ കഴിക്കുന്നതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നു. അങ്ങനെ പിന്നെ അൽഹംദുലില്ലാ മോള് കൊടുത്തയച്ചത് ഉമ്മ ഫുഡ് കഴിക്കുന്ന കണ്ടില്ലേ, ഉമ്മ അത് കഴിച്ചിട്ടോ അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട് ഉമ്മ ചോറ്? അടിപൊളിയല്ലേ? ഞങ്ങളെ ഫുള്ളായിട്ട് കാണിക്കാനൊന്നുമില്ല, പേടിക്കേണ്ട. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.